അത് പൊളിറ്റിക്കലാണ് അരുൺ. ഞാൻ ആ ഭാഗത്ത് ദയവായിട്ട് നിങ്ങൾ, ഞാൻ പ്രിയപ്പെട്ട അരുണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഏഷ്യാനെറ്റ്, അല്ല ഞാൻ പറയട്ടെ അരുൺ, ഒരു മിനിറ്റ്. താങ്കളൊക്കെ വളരെ കമ്മിറ്റഡായി സൊസൈറ്റിയോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൽ എന്നെ സംബന്ധിച്ചൊരു തർക്കമില്ല. നിങ്ങളൊക്കെ നന്നായിട്ട് ഈ സമൂഹത്തെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ്. താങ്കളായാലും ഉണ്ണി ബാലകൃഷ്ണനായാലും പലരും ഉണ്ട് അങ്ങനെ. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന പേര് എന്ന് പറയല്ലോ. പക്ഷേ ഈ പറയുന്ന ഏഷ്യാനെറ്റിന്റെ ഒരു നിലവാരമുണ്ട്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബിനു വി ജോൺ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ പറയാ, ഈ എങ്ങനെയും ഒരു നന്മയെ നശിപ്പിച്ച് ഒരു തിന്മയാക്കി കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ഈ പറയുന്ന ബിനു വി ജോണും അദ്ദേഹത്തിന്റെ ടീമും, എനിക്ക് തോന്നുന്നു ചില പത്രക്കാർ അവിടെ വാർത്ത വായിക്കുന്നവൻ അഭിജോത അടക്കം എനിക്ക് പുറത്തുവിടേണ്ടി വന്നു. മയക്കുമരുന്ന് അടിച്ചും കള്ളു കുടിച്ചും ഇരിക്കുന്നവൻ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഈ നാട്ടിലെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന അവസ്ഥയിലേക്ക് തരം താണിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ്. അവരുടെ ആ ലക്ഷ്യത്തിലേക്ക് പൊതുസമൂഹത്തെ കൊണ്ടുപോകാൻ. അല്ല, നിങ്ങളുടെ മറ്റു ചാനലാണ്, മനസ്സിലായി, ഏഷ്യാനെറ്റ് മറ്റു ചാനലാണ്, മനസ്സിലായി. അല്ലല്ലല്ല, അവരിലൂടെ ഒരു മാധ്യമത്തിലൂടെ ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. അതിന്റെ അങ്ങേയറ്റത്ത് താങ്കളായിപ്പോയി അല്ലെങ്കിൽ റിപ്പോർട്ടറായി എന്നുള്ളത് അതിലൊരു വിഷയമല്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. അതുകൊണ്ട് ഞാൻ സഖാക്കളോട് പറയാം, ദയവായി ഒരൊറ്റ സഖാവും ആ മീഡിയ തുറന്നു പോകരുത് എന്ന വലിയ ഒരു അഭ്യർത്ഥനയുണ്ട്. അവരുടെ ഒരു ഓൺലൈൻ ചാനൽ തുറക്കരുത്. കാരണം അവർ ഈ സമൂഹത്തിന് എതിരാണ് അരുൺ, എതിരാണ്. സഖാക്കളത് കാണരുത്. ഈ നാടിനെ നശിപ്പിക്കാൻ നടക്കുക ബിനു വി ജോണും ടീമും. എന്റെ അഭ്യർത്ഥനയാണ് സഖാക്കളോട്. പറയൂ. ഏഷ്യാനെറ്റ് ഉണ്ടാ തൂറ് വഴിയല്ലാണ് ഈ സാധനം കൂട്ടിക്കെട്ടിട്ട സമയം കഴിഞ്ഞു. ഇങ്ങനെ ചെയ്യരുത്. ഇത്തരം പേര് കേട്ടിട്ടിരിക്കണം. കാരണം വലിയ ഗുഡ് വില്ല് ഉണ്ടായിരുന്നതാണ്. സകല ഗുഡ് വില്ലും പോയി. പോട്ടെ.